അപ്പോൾ നമ്മുടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ഒരു നെറ്റ്വർക്ക് കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചില്ലെങ്കിൽ വിശ്വസിക്കണം, അതാണ് ഫാക്റ്റ്. ആൻഡ് ഈ ഒരു സെയിം കാര്യം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ അവരാരും ഒരു ഫസ്റ്റ് ഗ്ലാൻസിൽ ഈ സംഭവം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ യൂട്യൂബിലായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒന്നെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലായിരിക്കും ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ ഫിസിക്കലി ഇല്ല, നിങ്ങളുടെ ഫോൺ സ്റ്റോറേജിൽ ഈ ഒരു വീഡിയോ ഇല്ലെങ്കിലും ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോ സ്റ്റോർ ചെയ്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ അമേരിക്കയിലുള്ള ഏതെങ്കിലും ഒരു ഡാറ്റാ സെൻ്ററിലായിരിക്കും. ഇനി അമേരിക്കയിലല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തുള്ള ഒരു CDൻ്റെ അകത്തായിരിക്കും ഈ ഒരു വീഡിയോ ഫയൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ബട്ട് യെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ അകത്ത് ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോനെ കുറേ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കുക, ഒരു 5 സെക്കൻഡുള്ളൊരു ക്ലിപ്പായിട്ടാണ് പാക്കറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 5 സെക്കൻഡ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ലെഫ്റ്റ് അസ്യൂം ഒരു 5 സെക്കൻഡുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ വീഡിയോ ഫയൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള യൂട്യൂബിൻ്റെ ഡാറ്റാ സെൻറ്ററിലാണ്. അപ്പോൾ ആ ഒരു ഡാറ്റാ സെൻറ്ററിൽ നിന്ന് ഈ കേബിൾ വഴി അവിടെ ഇപ്പോൾ ആ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഉണ്ടാവുമല്ലോ, ആ കേബിൾ വഴി വന്ന് അവരുടെ ആ സബ്മറീൻ കേബിളിൻ്റെ ആ രാജ്യത്തെ എൻഡിലുള്ള ഒരു സബ്മറീൻ കേബിളിൻ്റെ ആ ഒരു ഹബ്ബിലെത്തിയിട്ട് അവിടെ നിന്ന് ഓഷൻ കടലിൻ്റെ അടിയിൽക്കൂടെ ഈ സെയിം ഡാറ്റ നിങ്ങൾ ഈ കണ്ടു ഞാനിപ്പോൾ ഈ പറയുന്ന വേർഡ്സ് എല്ലാം ഉള്ള ഒരു വീഡിയോയുടെ ഡാറ്റ കടലിൻ്റെ അടിയിൽക്കൂടെ പാസ് ചെയ്ത് ട്രാവൽ ചെയ്ത് ഒരു നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഒരു സബ്മറീൻ ഇതിൻ്റെ ഒരു ഹബ്ബ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കൊച്ചിയിലുള്ളൊരു അവിടെ ടെർമിനൽ ഹബ്ബിലെത്തിയിട്ട് അവിടെ നമ്മളുടെ ഇപ്പോൾ ISP ഉണ്ടല്ലോ, BSNL ജിയോ, അവരെടുത്തിട്ട് അത് റൂട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ അത് പാസ് ചെയ്ത് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങളുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്താണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ടവറിൽ വരെ ആ ഒരു കേബിളിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എത്തിയിട്ട് അവിടെ നിന്ന് അത് ഒരു റേഡിയോ സിഗ്നൽസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫോണിലേക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഓരോ പാക്കറ്റ്സും വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വൈഫൈയിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ കേബിൾ പാസ് ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു വൈഫൈ റൂട്ടറിൽ മോഡത്തിൻ്റെ അവിടെ വരുത്തിയിട്ട് അവിടെ നിന്ന് അത് വൈഫൈ സിഗ്നൽസ് ആയിട്ട് പാസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഫോണിലേക്ക് എത്തിയിട്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ വീഡിയോയിലെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻ്റർനെറ്റ്, എങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്, ആരാണ് ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുന്നത്, ആൻഡ് ബിഹൈൻഡ് ദ സീൻസ് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ എന്നിട്ട് സമയം വേസ്റ്റ് ആകണ്ട, ലെറ്റ്സ് ഡൈവ് റൈറ്റ് ഇൻ. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ആ ഒരു ഒബ്വിയസ് ക്വസ്റ്റ്യൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാം, വാട്ട് എക്സാക്ട്ലി ഈസ് ഇൻ്റർനെറ്റ്. അപ്പോൾ ഒരു സിമ്പിൾ ടേംസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഓഫ് കണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. അതായത് ഇൻ്റർനെറ്റിൻ്റെ പാർട്ടായിട്ടുള്ള ലോകത്തിൽ ബില്യൺസ് ഓഫ് ഡിവൈസസ് ഉണ്ട്. ആൻഡ് ഈ ഡിവൈസസിൻ്റെ ഒക്കെ ഒരു നെറ്റ്വർക്കിനാണ് നമ്മൾ ബേസിക്കലി ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓരോരോ ഇൻ്റർനെറ്റ് ഫൈബർ ഒപ്റ്റിക് കേബിളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള വൈഫൈ റൂട്ടറിൽ നിന്നുള്ള സിഗ്നൽ വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ടവേഴ്സ് വഴിയോ എല്ലാം ഇതൊരു ഇൻ്റർനെറ്റിലേക്ക് അല്ലെങ്കിൽ ഈ എല്ലാ ഡിവൈസസും കണക്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഇൻ്റർനെറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ 2 കമ്പ്യൂട്ടർ ഉണ്ട്. ഈ 2 കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ എനിക്ക് കണക്ട് ചെയ്യണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഇല്ല, എനിക്കിപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഡാറ്റ കോപ്പി ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നെങ്കിൽ ഒരു ഫ്ലാഷ് ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡിലേക്കോ DVD സ്റ്റോർ ചെയ്തിട്ട് മറ്റേ ഡിവൈസിലിട്ടിട്ട് എനിക്ക് കണക്ട് ചെയ്തിട്ട് ഈ കമ്പ്യൂട്ടറുടെ ഡാറ്റ അവിടെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതേസമയം ഇനിയിപ്പോൾ വേറൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 കമ്പ്യൂട്ടേഴ്സിന് തമ്മിൽ എനിക്ക് ഒരു കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റിക്വയർഡ് പെർമിഷനും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ, അതായത് കമ്പ്യൂട്ടർ Aയിൽ നിന്ന് കമ്പ്യൂട്ടർ Bയിലേക്ക് എനിക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഫയൽസ് മൊത്തം ഇപ്പുറത്തെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ എൻ്റെ നെയ്ബറിൻ്റെ അപ്പുറത്ത് വീട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കേബിൾ എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പുറത്ത് വീട്ടിലത്തെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു 3 കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കായി. ആൻഡ് ഈ ഒരു നെറ്റ്വർക്കിലുള്ള ഫയൽസ്, കമ്പ്യൂട്ടറിലുള്ള ഫയൽസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്സസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഫോർ എക്സാമ്പിൾ ഈ ഒരു സിറ്റിയിലുള്ള ഒരു 1000 വീടുകളിലും ഇങ്ങനെ ഫിസിക്കലി കേബിളും കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ബേസിക്കലി ഒരു നെറ്റ്വർക്കായി. ആൻഡ് റിക്വയർഡ് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ കമ്പ്യൂട്ടറിൻ്റെ ഫയൽസ് നമുക്ക് വേറൊരു കമ്പ്യൂട്ടർ, ഫോർ എക്സാമ്പിൾ ഒരു 100 വീട് അപ്പുറമുള്ള വീട്ടിൽ ആ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഈ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു സിറ്റീൻ്റെ കേസിലാണ്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലത്തെ മൊത്തം കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്തു, അതേ കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യങ്ങളിലെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം ഇതേ രീതിയിൽ തന്നെ ഒരു ഫിസിക്കൽ കേബിൾ യൂസ് ചെയ്ത് കണക്ട് ചെയ്തു. അപ്പോൾ ആ രാജ്യത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഇതേ സെയിം പ്രോസസ്സ് എല്ലാ രാജ്യത്തും റിപ്പീറ്റ് ആയിട്ട് എല്ലാ രാജ്യത്തിനും അതിൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കണക്റ്റഡ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ രാജ്യത്തിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്, പക്ഷേ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് അല്ല. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ഒരു നെറ്റ്വർക്ക്, സബ്മറീൻ കേബിൾസ് എന്നൊക്കെ പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ കടലിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹബ്ബ് ഉണ്ടാകും. ആ ഹബ്ബിൻ്റെ അകത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് കുറേ കേബിൾസ് യൂസ് ചെയ്ത്, ഫൈബർ ഒപ്റ്റിക് കേബിൾസ് യൂസ് ചെയ്തിട്ട് ഓരോരോ രാജ്യങ്ങൾ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്റ്റഡ് ആണ്. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്തുള്ള ഒരു ശ്രീലങ്കയിലുള്ള ഒരു എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്റ്റഡ് ആണ്. ആൻഡ് ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ നെറ്റ്വർക്ക് ഈ 2 കൺട്രീസിനും തമ്മിൽ ബന്ധിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ
ഇന്ത്യയിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും ശ്രീലങ്കയിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്റ്റഡ് ആണ്. ഇങ്ങനെ ഒന്നൊന്നുമല്ല ആയിരക്കണക്കിന് കേബിൾസ് നമ്മുടെ കടലിനടിയിൽ കൂടെ വിവിധ രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇൻ്റർനെറ്റ് കംപ്ലീറ്റ് ആവുന്നതും. ആൻഡ് ഫിസിക്കലി നോക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും കണക്റ്റഡ് ആണ്. ആൻഡ് ഇത് കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല മൊബൈലും ടാബ്ലറ്റും സ്മാർട്ട് TVs അതേപോലെ വാച്ചസ് അതേപോലെ വെബ് സെർവേഴ്സ് ഇതെല്ലാം കൂടി ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് ആക്ച്വലി ഇൻ്റർനെറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിന്തിക്കുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലക്സും ഭയങ്കര ടെക്നിക്കലി ഇമ്പോസിബിളൊക്കെ ആയി തോന്നുന്നുണ്ടെങ്കിലും നമ്മുടെ ആക്ച്വൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈച്ച് ആൻഡ് എവറി കമ്പ്യൂട്ടർ വന്നിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് ഞാൻ വേണമെങ്കിൽ ഒരു ഫണ്ണി ഫാക്ട് പറഞ്ഞുതരാം. സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലാണ് കാണുന്നത്. ബട്ട് നിങ്ങളുടെ വൈഫൈയിൽ കണക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വൈഫൈ എത്തുന്ന ആ ഒരു റൗട്ടർ അല്ലെങ്കിൽ മോഡത്തിൻ്റെ അകത്ത് വരെ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ, ഒരു ബ്രോഡ്ബാൻഡിലെ ഫൈബർ കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ആ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിൾ ആ ഒരു മോഡത്തിൻ്റെ അവിടെ വരെ എത്തുന്നുണ്ടാവും. ആൻഡ് ഈ ഒരു കേബിൾ നമ്മളിങ്ങനെ വലിച്ച് നോക്കി ട്രേസ് ചെയ്ത്, ടെക്നിക്കലി ഇമ്പോസിബിൾ ആണ്, പക്ഷേ നമ്മളിങ്ങനെ ട്രേസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കേബിളിൻ്റെ അടുത്തൊരു എൻഡ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേബിളിൻ്റെ ഈ ഒരു റൂട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഡാറ്റാ സെൻറ്റർ US-ലാണെങ്കിൽ US-ലുള്ള ആ ഒരു ഡാറ്റാ സെൻറ്ററിൻ്റെ അടുത്ത് വരെ നമുക്ക് ഈ ഒരു കേബിൾ ട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്, ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ബാംഗ്ലൂർ പോകണമെങ്കിൽ ബാംഗ്ലൂർ എനിക്ക് ഈ റോഡ് ട്രേസ് ചെയ്ത് പോകാൻ പറ്റുന്ന പോലെ തന്നെ ഒരു ആക്ച്വൽ ഫിസിക്കൽ കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതും ആ ഒരു ആക്ച്വൽ ഡാറ്റാ സെൻറ്റർ ഇപ്പോൾ അമേരിക്കയിലുണ്ടെങ്കിൽ ആ ഒരു അമേരിക്കയിലുള്ള യൂട്യൂബിൻ്റെ ഡാറ്റാ സെൻറ്ററുമായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന വേറൊരു കാര്യമായിരിക്കും, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണിലാണ് ഈ ഒരു വീഡിയോ കാണുന്നത് ആൻഡ് ഈ ഫോൺ വയേർഡായിട്ട് ഒരു സംഭവത്തിലേക്ക് കണക്റ്റഡ് അല്ല, അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ഫോണിലേക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നതെന്നല്ലേ. അപ്പോൾ ഈ ഒരു ആദ്യം പറഞ്ഞ കോൺസെപ്റ്റാണ് ഇങ്ങനെ ഓഷ്യൻ കേബിൾസിൽ കൂടി ഡാറ്റ പാസ് ചെയ്ത് സേ ഫോർ എക്സാമ്പിൾ ഒരു ഓഷ്യൻ ഒരു ഷോറിലെത്തി, അവിടെയുള്ളൊരു ഹബ്ബിലെത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഇത് സ്പ്ലിറ്റായി ഫൈബർ ഒപ്റ്റിക് കേബിൾ വഴി എക്സ്റ്റെൻഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തുള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ ടവർ വരെ ഈ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ആ ഒരു കണക്ഷൻ എത്തുന്നുണ്ട്. ആൻഡ് ഈ ടവർ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന ഡാറ്റ ആൻഡ് ഇലക്ട്രിക് സിഗ്നൽസിനെ റേഡിയോ സിഗ്നൽസായി കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ആൻറ്റിന് ഇത് റിസീവ് ചെയ്തിട്ട് പിന്നെയും അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ ബേസിക്കലി കാണുന്നത്. ആൻഡ് ഇനി ഇപ്പോൾ ഈ സബ്മറീൻ കേബിൾ അല്ലെങ്കിൽ ഓഷ്യൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഈ ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ ആക്ച്വൽ നെറ്റ്വർക്കും നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലുള്ള ഒരു സബ്മറീൻ ടെർമിനൽ പോയിന്റും ഞാൻ ഇപ്പോൾ ഒരു സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ മാപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആക്ച്വൽ സബ്മറീൻ കേബിൾ മാപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കാണുന്നതൊക്കെ നമ്മളുടെ ഓഷ്യൻ ഫ്ലോറിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഓരോരോ കേബിളും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും തമ്മിൽ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഓഷ്യൻ കേബിൾ യൂസ് ചെയ്ത് കണക്റ്റഡ് ആണ്. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ കേസ് എടുത്തിട്ട് ഇന്ത്യയിലേക്ക് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, നമുക്കൊരു ടെർമിനൽ പോയിന്റ്, നമ്മളുടെ ഈ ഒരു ഇത് വന്ന് എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്കിവിടെ കൊച്ചിയിൽ കാണാൻ പറ്റും. ആൻഡ് ഈ കൊച്ചിയിലേക്ക് വരുന്ന ഓരോ കേബിൾസിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് കൊച്ചി മാത്രമല്ല, നമ്മളിപ്പോൾ സൂം ഔട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വേറെ രാജ്യത്ത് കുറേയധികം കേബിൾസ് കാണാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊച്ചിയിലുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് കൊച്ചിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലുള്ള 3 സബ്മറീൻ കേബിൾസിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന് കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് നെറ്റ്വർക്ക്, പിന്നെ സേഫ്, പിന്നെ CME-V3 എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഒരു സബ്മറീൻ കേബിൾസാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ആൻഡ് ഈ കൊച്ചിയിലുള്ള ഈ കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയും ഈ ലക്ഷദ്വീപിലത്തെ കുറച്ച് ഐലൻഡും കണക്ട് ചെയ്യുന്ന ആ ഒരു കേബിളിനെയാണ് ഈ ഒരു പേര് പറയുന്നത്. നെക്സ്റ്റ് ഉള്ളത് സേഫും പിന്നെ ഈ രണ്ടെണ്ണമാണ്. ഇപ്പോൾ ഇത് രണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു കേബിളിൻ്റെ ആക്ച്വൽ റൂട്ട്. ഇതിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജർമ്മനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഫ്രാൻസ് വഴി വന്നു, പിന്നെ പോർച്ചുഗൽ ഇങ്ങനെ വന്ന് ഇവിടെ സൗദി അറേബ്യ, യമൻ, ഇനി ഇവിടെ ഇങ്ങനെ വന്ന് നമ്മളുടെ ഇവിടെ മുംബൈയിലൊരു ലിങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൊച്ചിയിലൊരു ഇതുണ്ട്, പിന്നെ ശ്രീലങ്കയിൽ ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ അങ്ങനെ പോയി മലേഷ്യ, ഇങ്ങനെ ഇതാണ് ഈ ഒരു ഹോൾ കേബിൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു കേബിൾ നെറ്റ്വർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് submarineCableMap.com വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇതാണ് ഇൻ്റർനെറ്റും ആൻഡ് ഇങ്ങനെയാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഹോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ആക്ച്വലി എങ്ങനെയാണ് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് facebook.com അല്ലെങ്കിൽ youtube.com എന്നടിക്കുമ്പോൾ ബിഹൈൻഡ് ദ സീൻ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് ഒരു കത്ത് അയക്കണം, ഒരു പോസ്റ്റ്, ഒരു കൊറിയർ എന്തെങ്കിലും സാധനം അയക്കണം, എൻ്റെ ബാംഗ്ലൂരിലുള്ള എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് അയക്കണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ പേര് എഴുതും, ഹൗസ് നെയിം അടിക്കും, ആ ഒരു പോസ്റ്റ് ഓഫീസിനും പിന്നെ പിൻകോഡ് അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഇത് എൻ്റെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. ആൻഡ് അവിടെ നിന്ന് ആ ഒരു പോസ്റ്റ്മാൻ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ലെറ്റർ പിക്കപ്പ് ചെയ്തിട്ട് ഇത് ഓരോരോ പോസ്റ്റ് ഓഫീസ് ഇങ്ങനെ കയറി അവസാനം എൻഡ് പോയിന്റിൽ എൻ്റെ കസിൻ്റെ വീട്ടിലെത്തും. ഇതേ സെയിം സംഭവമാണ് ബേസിക്കലി ഇൻ്റർനെറ്റിൻ്റെ കേസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റിൽ ബില്യൺസ് ഓഫ് ഡിവൈസസ് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞല്ലേ. ആൻഡ് ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിവൈസസിനും ഒരു യുണീക്ക് ആയിട്ടുള്ള IP അഡ്രസ്സ് ഉണ്ടാവും. അതായത് ആ ഒരു നെറ്റ്വർക്കിൽ ഈ ഒരു ഹോൾ ഇൻ്റർനെറ്റിൻ്റെ അത് ഒരു കമ്പ്യൂട്ടറിനെ, സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു കമ്പ്യൂട്ടറിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു സ്മാർട്ട് ഫോണിനെയോ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു IP അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ആൻഡ് ഈ IP
അഡ്രസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേസിക്കലി ഒരു അഡ്രസ്സാണ്. ഒരു ഇൻ്റർനെറ്റിലേക്ക് ഒരു ഡിവൈസ് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ISP അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിന് ഒരു IP അഡ്രസ് അസൈൻ ചെയ്യും. ആൻഡ് പിന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ ബാക്ക് ആൻഡ് ഫോർത്ത് എല്ലാം നടക്കുന്ന ഈ ഒരു IP അഡ്രസ് യൂസ് ചെയ്തായിരിക്കും. അപ്പോൾ ഈ ഒരു IP അഡ്രസ് ബേസിക്കലി ഒരു ആൽഫ ന്യൂമറിക്കോ അല്ലെങ്കിൽ ന്യൂമറിക്കോ ആയിട്ടുള്ളൊരു ഒരു സ്ട്രിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് പറയാൻ പറ്റും. ഡിപ്പെൻഡിങ് ഓൺ IP വേർഷൻ 4 ആണോ 6 ആണോ അനുസരിച്ച് ന്യൂമറിക് ആയിരിക്കും അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് ആയിരിക്കും. ആൻഡ് ഇപ്പം നിങ്ങൾ ആ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സ് എനിക്കറിയാം. ആൻഡ് ഈ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ സ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ സെൻറ്ററിൻ്റെ IP അഡ്രസ്സും എനിക്കറിയാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഡാറ്റ ഇവിടെ നിന്ന് അങ്ങോട്ട് സെൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യുന്നെങ്കിലോ ഇതിൻ്റെ IP അഡ്രസ്സ് അറിയുന്നതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ്ലി ഇപ്പോൾ ഡാറ്റ ട്രാൻസ്മിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടറിന് ഒരു IP അഡ്രസ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിങ്ങളുടെ ഫോണിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോ ഒരു IP അഡ്രസ്സ് ഉണ്ട്. ആൻഡ് യൂട്യൂബിൻ്റെ സെർവറിനും ഒരു IP അഡ്രസ്സ് ഉണ്ട്. ഇനി സെർവർ എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ സെർവറും ബേസിക്കലി ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. ബട്ട് ഈ സെർവർ എന്ന് പറയുന്നത് 24/7 ടേൺ ഓൺ ആയിരിക്കും, അത് ഒരിക്കലും ഓഫ് ആവത്തില്ല. ആൻഡ് എപ്പോഴെങ്കിലും നമുക്ക് ഏതെങ്കിലും ആൾക്കാർക്ക് YouTube.com Facebook.com എന്തെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ ഈ റിക്വസ്റ്റ് നേരെ ചെല്ലുന്നത് അവരുടെ സെർവറിൻ്റെ അകത്താണ്. ആൻഡ് സെർവറിൻ്റെ അകത്ത് അവർ ആ റിക്വസ്റ്റ് പ്രോസസ് ചെയ്തിട്ട് റെസ്പോൺസ് നമുക്ക് തിരിച്ചയച്ചു തരും. ആൻഡ് അങ്ങനെയാണ് നമുക്ക് ഈ കണ്ടന്റും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും Google.comൻ്റെ ആ ഓരോ സെർവറിനും ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. ആൻഡ് എനിക്കിനി ഇപ്പോൾ Google.com അല്ലെങ്കിൽ Facebook.com വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, Google.com എന്ന് അടിക്കുന്നു, എൻ്റർ അടിക്കുമ്പോൾ തന്നെ എനിക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നുണ്ട്. പക്ഷേ ബിഹൈൻഡ് ദ സീൻ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതായത് DNS. അപ്പോൾ ഈ ഒരു DNS സെർവർ ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡാറ്റാബേസ് ആണ്. ഈ ഒരു ഡാറ്റാബേസിൻ്റെ അത് ഒരു ഡൊമൈൻ നെയിമും അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു IP അഡ്രസ്സും ഉണ്ടാവും. ഇത് ഭയങ്കര സിമിലറാണ് നമ്മുടെ ഫോണിലുള്ളൊരു കോൺടാക്ട് ബുക്കിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ. നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്പർ കാണാപ്പാട് അറിയാം. നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അറിയില്ല അല്ലേ. പക്ഷേ എന്ന് വിചാരിച്ച് നമുക്ക് അവരെ വിളിക്കാൻ പറ്റാതെ ഒന്നുമില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ഫോൺ ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, ആ ഒരു പെർട്ടിക്കുലർ കോൺടാക്ട് നമ്പറിൻ്റെ ആ ഒരു പേര് സെർച്ച് ചെയ്യുന്നു, ഡയൽ ചെയ്യുന്നു. ഇതേ സെയിം സംഭവമാണ് നമ്മളുടെ ഈ ഒരു ഇൻ്റർനെറ്റിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത്. ഈ ഓരോരോ സെർവർ ഇപ്പോൾ Google.com ആണെങ്കിലും Wikipedia.com ആണെങ്കിലും എല്ലാത്തിനും അവരുടെ സെർവറിന് അസോസിയേറ്റഡ് ആയിട്ട് ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. പക്ഷേ ഈ IP അഡ്രസ്സ് നമുക്ക് ഓർത്തിരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഇവിടെയാണ് ഡൊമൈൻ നെയിംസ് എന്ന് പറഞ്ഞൊരു കാര്യം വരുന്നത്. ഡൊമൈൻ നെയിം ബേസിക്കലി നമുക്ക് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലുള്ള, അതായത് Google.com അല്ലെങ്കിൽ Facebook.com പിന്നെ Google.in ഇങ്ങനത്തെ ഒരു അഡ്രസ്സാണ്. ആൻഡ് ഈ അഡ്രസ്സിൻ്റെ പുറകിൽ ആക്ച്വലി ഇത് ലിങ്ക് ചെയ്തേക്കുന്ന ഒരു IP അഡ്രസ്സിലേക്കാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ Google.com അടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ നമ്മളുടെ കമ്പ്യൂട്ടർ നേരെ DNS സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് വിടും. ആൻഡ് DNS സെർവറിൽ നിന്ന് ഈ പർട്ടിക്കുലർ Google.comൻ്റെ IP അഡ്രസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കും. ആൻഡ് ആ IP അഡ്രസ്സിലേക്ക് നേരെ ഒരു റിക്വസ്റ്റ് വിടും. ഓക്കെ, ഈ ഒരു യൂസർ ഈ ഒരു പേജ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഈ ഒരു ഡാറ്റ അവിടെ നമ്മുടെ ഓഷ്യൻ കേബിൾസിൻ്റെ അടിക്കൂടെയൊക്കെ ട്രാവൽ ചെയ്ത് പാസ് ചെയ്ത് ആ ഒരു ആക്ച്വൽ ഗൂഗിളിൻ്റെ സെർവറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിക്വസ്റ്റ് അവർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെസ്പോൺസ് സെൻഡ് ചെയ്യും തിരിച്ച്. അതും ഇതേപോലെ തന്നെ ഓഷ്യൻ കേബിൾസിൻ്റെ അടിക്കൂടെ പാസ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എത്തിക്കഴിഞ്ഞിട്ട് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് YouTube.com അല്ലെങ്കിൽ Facebook എന്തൊക്കെയാണോ കാര്യങ്ങൾ അത് നിങ്ങളുടെ സ്ക്രീനിൽ ആക്ച്വലി ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റേഴ്സ് ഓഫ് കേബിൾസ് നമ്മുടെ ഈ ഒരു ലോകത്തുണ്ട്. അതും ഈ ഓഷ്യൻ ഫ്ലോസിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യങ്ങളിൽ കൂടെയും കുറേയധികം കേബിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ആൻഡ് ഓരോ വട്ടവും ഓരോരോ ഡാറ്റ പോകുന്നത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഒപ്റ്റിമം റൂട്ട് അനുസരിച്ചായിരിക്കും. ഡയറക്റ്റ്ലി ഈ ഒരു രീതിക്ക് ഇപ്പോൾ നോക്കുന്ന ഈ ഒരു റൂട്ട് വഴി പോകണമെന്നില്ല, ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങി പോകാം, അല്ലെങ്കിൽ ഓരോ വട്ടം ഏതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള റൂട്ട്, ലെസ് കൺജസ്റ്റഡും ഏറ്റവും സ്പീഡ് കൂടുതലായ റൂട്ട് ഏതാണോ അങ്ങനെയായിരിക്കും ഈ ഓരോരോ ഡാറ്റ പാക്കറ്റ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യുക. ആൻഡ് ഇനി വരുന്ന വേറൊരു കോൺസെപ്റ്റാണ് ഡാറ്റ പാക്കറ്റ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ ഇറ്റ്സ് ഓൺ എൻറ്റയർലി ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ആവുകയല്ല ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് സെർവറിൽ നിന്ന് ഈ ഒരു ഡാറ്റ പാക്കറ്റ്സ് ഓരോരോ പാക്കറ്റായിട്ട് ചോപ്പ് ചെയ്യും. അതായത് ആക്ച്വൽ വീഡിയോനെ ഓരോരോ പാക്കറ്റായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആൻഡ് ഓരോരോ ഇൻഡിവിജ്വൽ പാക്കറ്റാണ് ഈ ഒരു നെറ്റ്വർക്കിലൂടെ നിങ്ങളുടെ ഡിവൈസിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ പാക്കറ്റ് നിങ്ങളുടെ ഫോണിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫോമിൽ ഈ ഒരു കണ്ടന്റ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ ഒരു ഡാറ്റ പാക്കറ്റ് ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ റൂട്ടിൽ നിന്നായിരിക്കണമെന്നില്ല. ഓരോ പാക്കറ്റും ഏറ്റവും ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു റൂട്ട് ഏതാണോ ആ ഒരു റൂട്ടിൽ കൂടെ ട്രാവൽ ചെയ്യുക. അത് ചിലപ്പോൾ ഒരു പാക്കറ്റ് ചിലപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് നേരെ ഫ്രാൻസ് വഴിക്ക് യൂറോപ്പിൽ കൂടെ വരാം. ഇനിയിപ്പോൾ ചിലത് വന്നിട്ട് വേണമെങ്കിൽ ആഫ്രിക്ക വന്നിട്ട് അവിടെ നിന്ന് നമ്മളുടെ ഇന്ത്യയിലേക്ക് വരാം. അങ്ങനെ ആ ഒരു ഗിവൺ പോയിന്റ് ഓഫ് ടൈമിൽ ഏതാണ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റൂട്ട്, ആ ഒരു റൂട്ട് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പാക്കറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ബേസിക്കലി എത്തുന്നത്. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വേറെ ഡൗട്ടായിരിക്കും ഈ പാക്കറ്റൊക്കെ നമ്മുടെ ഫോണിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതാണ് ഈ പാക്കറ്റിൻ്റെ ഓർഡർ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മുടെ ഫോണിന് എങ്ങനെ മനസ്സിലാവുന്നതെന്നല്ലേ. ഇതിനൊക്കെ ബേസിക്കലി ഓരോ പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. HTTPS, HTTP, ഇനിയിപ്പോൾ ഫയൽ ട്രാൻസ്ഫറിനാണെങ്കിൽ FTP, ഇനി ഇമെയിലാണ് SMTP, അങ്ങനെ പറഞ്ഞാൽ കുറേയധികം പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോരോ പാക്കറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ പാക്കറ്റിൻ്റെ അകത്തും ഇതിൻ്റെ ഒരു സീക്വൻസ് നമ്പർ ഉണ്ടാവും. 1 2 3 ഇൻ്റർനെറ്റ് റെസിപ്പിയൻ്റ് ആരാണ്, എവിടെ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്, അങ്ങനത്തെ പറഞ്ഞ് കുറേ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ ഹെഡറിലുണ്ടാകും. ആൻഡ് നമ്മളുടെ ഫോണിൽ എല്ലാ പാക്കറ്റും വന്നു കഴിഞ്ഞിട്ട് അസംബിൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീക്വൻസ് നമ്പർ നോക്കിയിട്ടാണ് സീക്വൻസ്ലി ആണ് ഈ ഒരു പാക്കറ്റ് നമ്മൾ അസംബിൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ നമ്മുടെ ഫോണിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു വീഡിയോൻ്റെ ഒരു പാക്കറ്റ് നെക്സ്റ്റ് നിങ്ങളിപ്പോൾ കാണുമ്പോൾ 5 സെക്കൻഡ് പാക്കറ്റ് അമേരിക്കയിൽ നിന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അത് റിക്വയർഡ് സമയത്ത് കിട്ടിയില്ല.
വരുന്ന വഴിക്ക് അത് എവിടെയെങ്കിലുമൊക്കെ ലോസ്റ്റ് ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ സംഭവിക്കുകയാണ് നമ്മുടെ ഫോൺ ഇതിന് ശേഷമുള്ളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സീക്വൻസ് നമ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് 6th പാക്കറ്റ് കിട്ടി, അടുത്ത വരുന്നത് 8th or 9th പാക്കറ്റാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഫോൺ തിരിച്ചൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് 6th പാക്കറ്റ് കിട്ടിയിട്ടില്ല, പെട്ടെന്ന് 6th പാക്കറ്റ് ഒന്നുകൂടി അയച്ചു തരാൻ പറയുമ്പോൾ അവർ ആ പാക്കറ്റ് ഒന്നുകൂടി അയച്ചു തരും. അപ്പോൾ സീക്വൻസിൽ നോക്കുമ്പോൾ പിന്നെയും 5, 6, 7, 8 അത് ഒന്നുകൂടി അസംബിൾ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് നമ്മുടെ ഫോണിൽ പ്രോസസ്സ് ചെയ്ത് കാണും. ആൻഡ് ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ഹോൾ ഇൻ്റർനെറ്റ് സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുടെ ഫേസ്ബുക്കും യൂട്യൂബും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ബിഹൈൻഡ് ദ സീൻ സംഭവിക്കുന്നത്. ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഒരു റിക്വസ്റ്റ് നമ്മുടെ യൂട്യൂബ് സെർവറിലേക്ക് പോകും അല്ലെങ്കിൽ ഫേസ്ബുക്ക് സെർവറിലേക്ക് പോകും. അവർ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്ത് തിരിച്ച് റെസ്പോൺസ് സെൻഡ് ചെയ്യും. ആൻഡ് ഇതൊക്കെ ട്രാവൽ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഷ്യൻ്റെ അടിക്കൂടെയുള്ള ഈ ഒരു സബ്മറീൻ കേബിൾസിൽ കൂടെയാണ്. ആൻഡ് ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ഇൻസ്റ്റൻറ്റ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്? കാരണം നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ക്ലിക്ക് ചെയ്ത് അപ്പോൾ തന്നെ സംഭവം ലോഡ് ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ആ മെസ്സേജ് ഡയറക്റ്റ്ലി അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റെസ്പോൺസ് കിട്ടി അപ്പുറത്തെ ആൾക്കാർക്ക് കാണാൻ പറ്റി. ഇത്രയും ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഓഷ്യൻ്റെ അടിയിൽ കൂടെ പോകുന്ന വെച്ചാൽ ഫൈബർ ഒപ്റ്റിക് കേബിൾസ് ആണ്. ആൻഡ് ഈ ഫൈബർ ഒപ്റ്റിക് കേബിൾസിൽ കൂടെ ഡാറ്റ പാസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റാണ്. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം സംതിങ് km/s ആണ് ഈ ഒരു ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഓൾമോസ്റ്റ് അതിൻ്റെ 70% സ്പീഡ് വരെ മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നോക്കി, ഇപ്പോൾ ഒരു അമേരിക്ക എന്നുള്ളൊരു വീഡിയോ കൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ കാണണമെങ്കിൽ ഏകദേശം ഒരു 10,000-15,000 അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ഉണ്ടെങ്കിൽ എത്ര ഫാസ്റ്റായിട്ടായിരിക്കും ആ ഡാറ്റ ബാക്ക് ആൻഡ് ഫോർത്ത് പോകുന്നതും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പോലെ അത്രയും ചെറിയ കപ്പാസിറ്റി ഉള്ള ഒരു ഫൈബർ കേബിൾ അല്ല നമ്മൾ ആക്ച്വലി ഓഷ്യൻ്റെ അടിയിൽ കൂടെ വിടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ആരാണ് ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുന്നത്? അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആരും ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുന്നില്ല, എല്ലാവരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇൻ്റർനെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ബട്ട് ദെൻ ഈ ഓഷ്യൻ്റെ അടിയിൽ കൂടെ ഈ കേബിളും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതും ഇടുന്നത് ആരാന്നൊക്കെ നിങ്ങളുടെ ഒരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ അധികം ടെക് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ ഗൂഗിൾ, മെറ്റ, ആമസോൺ, നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സുള്ള AT&T, വെറൈസൺ, നമ്മുടെ BSNL, അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക് കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ ആക്ച്വലി ഒരു ഓഷ്യൻ കേബിൾസ് കാര്യങ്ങളൊക്കെ ലേ ഡൗൺ ചെയ്തത്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊക്കെ. അപ്പോൾ ഇതിന് എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ടിങ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെ കുറേയധികം ഇവർ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ എക്സ്റ്റേണൽ ആയിട്ട് ഇപ്പോൾ ഒരു ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന് കുറേ രാജ്യങ്ങളും കുറേയധികം കമ്പനീസും കാര്യങ്ങളൊക്കെ ഇവർക്ക് പേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇങ്ങനെയാണ് ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ആൻഡ് ആക്ച്വലി എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർനെറ്റ്, അതായത് ഈ ഒരു ഓഷ്യൻ ഫ്ലോറിൽ ഈ ഒരു ഇൻ്റർനെറ്റ് കേബിൾ അല്ലെങ്കിൽ സബ്മറീൻ കേബിൾസ് ലേ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഷിപ്പ് ഉണ്ട്, ഒരു വെസലുണ്ട്. ആൻഡ് ഈ വെസലിൽ അത് അണ്ടർ വാട്ടർ പ്ലോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആൻഡ് ഈ പ്ലോ നമ്മൾ ഷിപ്പിൽ നിന്ന് ഓഷ്യൻ ഫ്ലോറിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓഷ്യൻ്റെ അടിയിൽ, അതായത് ഓഷ്യൻ ഫ്ലോറിൽ കൂടെ ഒരു ട്രഞ്ച് ആ ഒരു മെഷീൻ ആ ഒരു പ്ലോ ഉണ്ടാക്കും. ആൻഡ് ആ ഒരു ട്രഞ്ചിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ കേബിൾ ലേ ഡൗൺ ചെയ്ത് പോകുന്നത്. ആൻഡ് ഇങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ ആരും ഇൻ്റർനെറ്റ് ഓൺ ചെയ്യുന്നില്ല, എല്ലാവരും കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയൊരു നെറ്റ്വർക്കാണ് ബേസിക്കലി ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ജിയോയിലാണെങ്കിലും VIയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ BSNLൊക്കെ റീചാർജ് ചെയ്യാനാണെങ്കിലും നെറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇത്രയാണ് നമ്മളുടെ സ്പീഡ്, അല്ലെങ്കിൽ ഇത്രയും ഡാറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡാറ്റ കണക്കൊക്കെ എന്താണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡാറ്റയ്ക്ക് വേണ്ടിയല്ല ഈ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്, പക്ഷേ ഈ ഒരു ആക്ച്വൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഓരോ കമ്പനിക്കും പേ ചെയ്യുന്നത്. ആൻഡ് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഫൈബർ ഒപ്റ്റിക് കേബിളിൻ്റെ നെറ്റ്വർക്ക് ഇപ്പോൾ ടെർമിനൽ പോയിന്റിൽ നമ്മളുടെ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റി അറ്റ് എ ഗിവൻ പോയിന്റ് ഓഫ് ടൈം എത്രത്തോളം ഡാറ്റ ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ 30 Mbps പ്ലാനും 100 Mbps പ്ലാനും അതേപോലെ തന്നെ 1 Gbps പ്ലാനിൻ്റെ പ്രൈസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഡിഫറൻറ്റ് പ്രൈസിംഗ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 1 Gbps ഉള്ള ഒരു നെറ്റ്വർക്ക് ഒരാൾ യൂസ് ചെയ്യുന്നുണ്ട്, അത്രയും അധികം ബാൻഡ് വിഡ്ത്ത് ഒരേ സമയം അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ് ബേസിക്കലി ഒരു പൈസ നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ടോട്ടൽ എത്ര ഡാറ്റ ഫ്ലോ ചെയ്തോ അത് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ GB കണക്ക്. ഒരു ദിവസം 2 GB അല്ലെങ്കിൽ ഒരു മാസത്തിന് 3000 GB ഇപ്പോൾ ഫൈബറിൻ്റെ കേസിൻ്റെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ. ആൻഡ് ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാട്ട് ഇഫ് ഈ ഓഷ്യൻ്റെ അടിയിലുള്ള കേബിൾ കട്ടായി പോകുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ ഇൻ്റർനെറ്റ് നിലച്ചു പോലെന്നൊക്കെ. ആക്ച്വലി പാർഷ്യലി ട്രൂ ആണ്. കാരണം ഇത് ഓൾറെഡി ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു പോയിന്റിൽ ഒരു കണക്ഷൻ കട്ടായി പോയി എന്ന് വിചാരിച്ചിട്ട് ഈ നെറ്റ്വർക്ക് എൻറ്റയർലി ഒരു ഹാൾട്ടിലേക്ക് വരത്തില്ല. ആ ഒരു പാത്ത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ വേറെ പാത്ത് യൂസ് ചെയ്ത് ഡാറ്റ ട്രാവൽ ചെയ്യും. എന്നാലും നമ്മുടെ പെർഫോമൻസിനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യും. ആൻഡ് പെർഫോമൻസ് ബോട്ടിലിനൊക്കെ ആകും. ആൻഡ് ഇതേപോലെ ഈ ഒരു കേബിൾ നമ്മുടെ സീൻ്റെ അടിയിൽ കൂടെ വരുന്ന കേബിൾ കട്ടായിട്ടുള്ള മെനി ഇൻസിഡൻസ് നമുക്ക് കാണാനും പറ്റും. ഫോർ എക്സാമ്പിൾ പണ്ടേ അത് റോഡ് പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കൊച്ചിയിലുള്ള ആ ഒരു ടെർമിനൽ പോയിന്റിൽ നിന്ന് വരുന്ന സബ്മറീൻ കേബിൾ കട്ടായി പോയ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ചെന്നൈയിലുള്ള ഏതോ ഒരു ചുഴലിക്കാറ്റോ എന്തോ സംഭവം വന്നപ്പോൾ, സ്റ്റോം വന്നപ്പോൾ, സൈക്ലോൺ വന്നപ്പോൾ ആക്ച്വലി അവിടുത്തെ കേബിൾ കട്ടായി പോയിട്ടുണ്ട്, അണ്ടർ വാട്ടറുള്ള കേബിൾ കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മളുടെ ഈ ഓരോരോ ഈ കേബിൾ ലേ ചെയ്ത ആ ഒരു കമ്പനീസും കാര്യങ്ങളൊക്കെയാണ് അത് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ ബിഹൈൻഡ് ദ സീൻസിൽ കുറേയധികം കോംപ്ലക്സ് ആയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു ബ്രീഫ് ഓവർവ്യൂ പോലെയാണ് പറഞ്ഞിട്ടുള്ളൂ. ഈ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോട്ടോകോൾസും ഇതെങ്ങനെയൊക്കെയാണ് റൂട്ട്
റൂട്ട് ചെയ്യുന്നതും ബെസ്റ്റ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുന്നതും അങ്ങനെ പറഞ്ഞ് കുറേയധികം ടെക്നിക്കാലിറ്റീസ് ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബട്ട് ഓൺ എ ബ്രോഡ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇതാണ് ബേസിക്കലി ഇൻ്റർനെറ്റ്, ഇങ്ങനെയാണ് ബേസിക്കലി ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നതും ആൻഡ് ബിഹൈൻഡ് ദ സീൻസ് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഫാസിനേറ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.